Hi all, welcome to iPlus Training Solutions. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന കാറ്റഗറി 1 EVS എക്സാം, അതായത് ജനുവരി 18-ാം തീയതി നടന്ന നമ്മുടെ കാറ്റഗറി 1-ന്റെ EVSന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം 30 ചോദ്യങ്ങളുണ്ട്. ആ 30 ചോദ്യങ്ങൾ ഏകദേശം നമ്മളെ അധികം ബുദ്ധിമുട്ടിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്ന് നമുക്ക് തോന്നില്ല. അത്യാവശ്യം നല്ല സാധാരണ EVSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറഞ്ഞ് പെഡഗോജി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ട് നമ്മളെ വളരെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടുവരുന്നത്. എങ്കിൽ തന്നെയും എന്താണ് ഇപ്പോൾ നടന്ന ആ ഒരു EVS എക്സാം എന്ന് പറഞ്ഞാൽ അത്ര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷ്യശൃംഖലയിലെ സസ്യാഹാരികൾ താഴെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അതായത് ഭക്ഷ്യശൃംഖലയിലെ സസ്യാഹാരികൾ അത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സസ്യാഹാരികൾ വരുന്ന ഗ്രൂപ്പ് ഏതാണ്? വിഘാടകർ, തൃതീയ ഉപഭോക്താക്കൾ, പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ. അപ്പൊ സസ്യാഹാരികൾ അല്ലെ, ഹെർബിവോറസ് ആനിമൽസ് വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ഏത് ഗ്രൂപ്പാണ്? എല്ലാവർക്കും ആൻസർ അറിയാം. ഏതാണ് വരുന്നത്? പ്രാഥമിക ഉപഭോക്താക്കളാണ്. പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സസ്യാഹാരികൾ എന്ന് പറയുന്നത് അല്ലെ. പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. പിന്നീട് എന്താണ്? ദ്വിതീയ ഉപഭോക്താക്കൾ. ഏതാണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ്. സസ്യാഹാരികളെ ആഹാരമാക്കുന്നവർ അല്ലെ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ്വിതീയ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ എന്താണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? പ്രാഥമിക ഉപഭോക്താക്കൾ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന ഏകകോശ ജീവികൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടം. അപ്പൊ കുറെ രോഗങ്ങളുടെ കൂട്ടം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽ വരുന്ന ഏകകോശ ജീവികൾ അറിയാം അല്ലെ. അപ്പം അവര് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടം ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? വട്ടച്ചൊറി, വളങ്കടി, സോറിയാസിസ്. രണ്ടാമത്തെ ഓപ്ഷൻ ഡെങ്കിപ്പനി, കോളറ, ക്ഷയം. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, ചിക്കൻ ബോക്സ്. നാലാമത്തെ ഓപ്ഷൻ മലേറിയ, അമീബിക് ഡിസെൻട്രി, സ്ലീപ്പിംഗ് സിക്നസ്. അപ്പൊ എന്താണ്? പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന എന്താണ് ജീവികൾ അല്ലെ, പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. മലേറിയ, അമീബിക് ഡിസെൻട്രി, അതേപോലെ തന്നെ സ്ലീപ്പിംഗ് സിക്നസ്. ഇതിനകത്ത് നമുക്ക് ഓരോന്ന് നോക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സോറിയാസിസ്, വട്ടച്ചൊറി, വളങ്കടി, അതേപോലെ ഡെങ്കിപ്പനിയൊക്കെ നമുക്കറിയാം എന്താണ്? കൊതുക് മൂലമാണ് വരുന്നത്. അപ്പൊ അത് ആ ഗ്രൂപ്പിൽ വരില്ല. പിന്നീട് ചിക്കൻ ഗുനിയ, അതും എന്താണ്? കൊതുക് പരത്തുന്ന ഒരു രോഗമാണ്. അപ്പൊ അങ്ങനെ ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം നമുക്ക് എന്താണ് എങ്ങനെയെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് ഏത് ഒരു രോഗം മൂലമാണ്. അപ്പൊ എന്തായാലും കൊതുക് പരത്തുന്ന രോഗം ആയതുകൊണ്ടും കൊതുക് എന്താണ് ഒരു പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽ പെടുന്ന ഒരു ജീവി അല്ലാത്തത് കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് രണ്ടുമല്ല ആൻസർ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മലേറിയ, അമീബിക് ഡിസെൻട്രി, സ്ലീപ്പിംഗ് സിക്നസ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിതോർജം അല്ലാത്തത് അല്ലെ, ഹരിതോർജം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം. 4 ഓപ്ഷൻസ്, 4 തരത്തിലുള്ള ഊർജങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഹരിതോർജം അല്ലാത്തത് ഏതാണ്? നോക്കിക്കേ, ഹരിതോർജം അല്ലാത്തത് ഏതാണ്? കാറ്റിൽ നിന്നുള്ള ഊർജം. അതേതാണ്? ഹരിതോർജത്തിൽ വരുന്നതാണ് കാറ്റിൽ നിന്നുള്ള ഊർജം. അതേപോലെ തന്നെ എന്താണ്? സൗരോർജം, സോളാർ എനർജി, അതും എന്താണ്? ഹരിതോർജത്തിൽ പെടുന്നതാണ്. ഇനി നോക്കിക്കേ, പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഊർജം, അത് ഹരിതോർജം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നതാണോ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇതെല്ലാം എന്താണ്? ഹരിതോർജങ്ങളാണ്. ഭൂതാപോർജമാണെങ്കിലും സൗരോർജമാണെങ്കിലും അതേപോലെ തന്നെ എന്താണ്? കാറ്റിൽ നിന്നുള്ള, നമ്മൾ വിൻഡ് എനർജി ഉണ്ട് അല്ലെ, അപ്പൊ കാറ്റിൽ നിന്നുള്ള ഊർജം ഇതെല്ലാം എന്താണ്? ഗ്രീൻ എനർജി അല്ലെങ്കിൽ എന്താണ്? ഈ ഹരിതോർജത്തിൽ വരുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എനർജീസ് ആണ് കാറ്റിൽ നിന്നുള്ള ഊർജം, വിൻഡ് എനർജി, സോളാർ എനർജി, ഇതെല്ലാം. അപ്പൊ ആ ഗ്രൂപ്പിൽ വരാത്ത ഏതാണ്? പ്രകൃതിവാതകത്തിൽ നിന്നുമുള്ള ഊർജം അല്ലെ, പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഊർജം. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്, ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, തടാകങ്ങൾ, നദികൾ, ഹിമാനികൾ, ഹിമപാളികൾ, ഭൂഗർഭജലം, കിണറുകൾ, കുളങ്ങൾ. നോക്കിയേ, ഏതൊക്കെയാണ്? അപ്പൊ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തടാകങ്ങൾ, നദികൾ ശുദ്ധജല സ്രോതസ്സുകളാണ്, പക്ഷെ ഏറ്റവും വലുതാണോ? അല്ല. ഇനി ഹിമാനികള്, ഹിമപാളികൾ, ഹിമാനികളും ഹിമപാളികളുമാണ്
ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജലസ്രോതസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ശുദ്ധജല സ്രോതസ് എന്ന് പറയുന്നത് ഹിമാനികളും ഹിമപാളികളുമാണ്. ഭൂഗർഭജലവും കിണറുകളും ഇവിടെ എല്ലാം എന്താണ് ശുദ്ധജലം ലഭിക്കും എങ്കിൽ പോലും ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്? ഹിമാനികളും ഹിമപാളികളുമാണ്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ശരിയായ ജോഡി ഏത്? ഇപ്പം 4 ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് നിൽക്കുന്ന സ്ഥലങ്ങളുമാണ് തന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനം തിരുവനന്തപുരം, ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്. രണ്ടാമത്തെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂര്. 3 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. 4 കാർഡമം റിസർച്ച് സ്റ്റേഷൻ വയനാട്. 4 ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അത് നിൽക്കുന്ന സ്ഥലങ്ങളുമാണ്. അപ്പൊ അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ശരി, ബാക്കിയെല്ലാം എന്താണ്? തെറ്റാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായ ജോഡി ഏതാണ്? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് പറയാമോ? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണോ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണോ, അതോ കാർഡമം റിസർച്ച് സ്റ്റേഷൻ ആണോ? ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്? അത് നിൽക്കുന്ന സ്ഥലം കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എന്ന് പറയുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ജോഡി. ബാക്കി 3 എന്താണ്? തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു വർഷത്തിൽ എത്ര സമരാത്ര ദിനങ്ങളുണ്ട്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഒരു വർഷത്തിൽ എത്ര സമരാത്ര ദിനങ്ങളുണ്ട്? 2 സമരാത്ര ദിനങ്ങളുണ്ട് അല്ലെ? ഒരു വർഷത്തിൽ എത്രയാണ്? 2 സമരാത്ര ദിനങ്ങളാണ് വരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഉത്തരവും എല്ലാവരും വേഗം അതിലേക്ക് എത്തിച്ചേരും. അപ്പം വർഷത്തിലെ സമരാത്ര ദിനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അടുത്ത ചോദ്യം, റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം. അപ്പൊ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു ശാസ്ത്ര നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓംസ് നിയമം, ന്യൂട്ടന്റെ 1ാം ചലന നിയമം, ന്യൂട്ടന്റെ 2ാം ചലന നിയമം, ന്യൂട്ടന്റെ 3ാം ചലന നിയമം. ഇതിൽ ഏത് നിയമമാണ് റോക്കറ്റ് വിക്ഷേപണ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചലന നിയമം? ഏതാണ് വരുന്നത്? ന്യൂട്ടന്റെ 3ാം ചലന നിയമം അല്ലെ? ഏതാണ്? ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ് റോക്കറ്റ് വിക്ഷേപണ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? അപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയിൻ, കാർബൺ മോണോക്സൈഡ്. 4 ഗ്യാസസിന്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉൾപ്പെടാത്ത ഗ്യാസ് ഏതാണ്? അല്ലെ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നൈട്രസ് ഓക്സൈഡ് അതും എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. മീഥെയിൻ അതും എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത അല്ലെ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ തെറ്റിപ്പോകരുത്. കാർബൺ മോണോക്സൈഡ് എന്താണ്? നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലേ? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം. നമുക്കറിയാം പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യമായിട്ട് ഏത് പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ഓപ്ഷൻസ് വായിക്കാം. പ്രശ്നം അനുഭവപ്പെടുക, പ്രശ്നത്തെ മുൻകാല അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുക, പ്രശ്നവുമായി ബന്ധപ്പെട്ട ഊഹം അല്ലെങ്കിൽ പരികൽപ്പന രൂപീകരിക്കുക, പ്രശ്ന വിശകലനം നടത്തുക. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആദ്യം നടക്കുന്ന പ്രവർത്തനം ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ? പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്നത് ഏതാണ്? പ്രശ്നം അനുഭവപ്പെടുന്നതാണോ, അതോ പ്രശ്നത്തെ മുൻകാല അനുഭവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണോ, പ്രശ്നവുമായി ബന്ധപ്പെട്ട ഊഹം അല്ലെങ്കിൽ പരികൽപ്പന രൂപീകരിക്കുന്നതാണോ, ലാസ്റ്റ് വൺ ഏതാണ്? പ്രശ്ന വിശകലനം നടത്തുക. അപ്പൊ എന്ത് സംഭവിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു പ്രശ്നം രൂപപ്പെടണം. പ്രശ്നം രൂപപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? അപ്പൊ പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രശ്നം അനുഭവപ്പെടുക അല്ലെ? ആദ്യം എന്താണ്? പ്രശ്നം അനുഭവപ്പെടും അല്ലെ? അതിനുശേഷം എന്താണ്? അതിനെ മുൻകാല അനുഭവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കും. പിന്നീട് എന്താണ്? നമ്മൾ അതിന്റെ പരികൽപ്പനകൾ രൂപീകരിക്കും. പിന്നീട് എന്താണ്? അതൊരു വിശകലനം നടത്തും അല്ലെ? അപ്പോ എന്താണ് വരുന്നത്? അപ്പം നമുക്ക് ഇവിടുത്തെ ചോദ്യം എന്താണ്?
പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം അനുഭവപ്പെടുന്ന എന്താണ് പ്രശ്നം അനുഭവപ്പെടും. പ്രശ്നം ഉണ്ടാകുമെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആദ്യമായിട്ടുണ്ടാകുന്ന എന്താണ്? പ്രശ്നം അനുഭവപ്പെടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നേത്രവൈകല്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ EVSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ നേത്ര വൈകല്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ കാണുന്നതാണ് അല്ലെ. അപ്പം ഇവിടെ എന്താണ്? 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേരാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്? അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായി ഫോക്കസ് ചെയ്യപ്പെടുന്നു. അപ്പൊ എന്താണ്? അപ്പൊ ഏതൊരു വസ്തുവാണോ അപ്പൊ ആ വസ്തുവിൽ നിന്നുള്ള പ്രകാശം എന്ത് ചെയ്യുന്നു? റെറ്റിനയ്ക്ക് പിന്നിലായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നീട് എന്താണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ആ ഒരു നേത്ര രോഗം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം, ഗ്ലോക്കോമ. ഏതാണ്? നമ്മുടെ റെറ്റിനയ്ക്ക് ബാക്കിലായിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്? നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാനും പറ്റാവുന്ന നേത്ര വൈകല്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ദീർഘദൃഷ്ടി അല്ലെ. ലോങ് സൈറ്റ് ആണ്, ദീർഘദൃഷ്ടിയാണ് നമ്മൾ എപ്പോഴും. ഇപ്പൊ ഒന്നാമത്തെ കാര്യം അറിയില്ല എങ്കിൽ പോലും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന നേത്ര രോഗം അല്ലെ നേത്ര വൈകല്യം എന്ന് പറയുന്നത് ഏതാണ്? ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഏതാണ്? ലോങ് സൈറ്റ് ആണ് അല്ലെ. ഹ്രസ്വദൃഷ്ടി ആണെങ്കിലും അവിടെ നമ്മൾ കോൺകേവ് ലെൻസ് ആണ്. ഷോർട്ട് സൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? കോൺകേവ് ലെൻസും അതേപോലെ തന്നെ ദീർഘദൃഷ്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, തെറ്റിപ്പോകരുത്, അത് ഓർത്തിരിക്കുക. ദീർഘദൃഷ്ടി ഏതാണ്? കോൺവെക്സ് ആണ്. ഹ്രസ്വദൃഷ്ടി ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് അറിയില്ല, എല്ലാവർക്കും അത് ചിലപ്പോൾ അറിയണമെന്നില്ല. എങ്കിൽ പോലും രണ്ടാമത്തത് വെച്ച് നമുക്ക് ആൻസറിലേക്ക് വേഗം എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ദുരന്തങ്ങളെ അതിജീവിക്കാൻ നിർമ്മിക്കുന്ന ഷെൽട്ടറിന്റെ, ഇവിടെ ഷെറിന്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഷെൽട്ടർ എന്നാണ് കേട്ടോ. ഷെൽട്ടറിന്റെ സവിശേഷതയിൽ പെടാത്തത്. അപ്പൊ ദുരന്തങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഷെൽട്ടറിന്റെ സവിശേഷതയിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എളുപ്പം നിർമ്മിക്കാൻ സാധിക്കുന്നു, മതിയായ വായു സഞ്ചാരം ഉള്ളത്, ചിലവ് കൂടുതൽ, ഘടനാപരമായി സമഗ്രതയുള്ളത്. അപ്പൊ ദുരന്തങ്ങളെ അതിജീവിക്കാൻ എന്ന് പറയുമ്പോൾ ദുരന്തം നടന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഷെൽട്ടർ നിർമ്മിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷനാണ് വേണ്ടാത്തതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, എളുപ്പം നിർമ്മിക്കാൻ സാധിക്കുന്നു അല്ലെ. നമ്മൾക്ക് ദുരന്തങ്ങൾ നടന്നതിന് ശേഷമാണ് നമ്മൾ ഷെൽട്ടർ നിർമ്മിക്കുക. അപ്പൊ എളുപ്പം നിർമ്മിക്കാൻ സാധിക്കുന്നതായിരിക്കണം, അത് കറക്റ്റ് ആണ്. അടുത്തത്, മതിയായ വായു സഞ്ചാരം ഉള്ളത്. നമ്മൾ എന്ത് നിർമ്മിച്ചാലും അതിൽ എന്താണ്? മതിയായിട്ടുള്ള വായു സഞ്ചാരം നടക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് നിർമ്മിക്കുന്നത്. അപ്പൊ അതും കറക്റ്റ് ആണ്. ചിലവ് കൂടുതൽ, ഒരു ദുരന്തം നടന്നതിന് ശേഷം ചിലവ് കൂടിയ നിർമ്മാണമാണോ നമ്മൾ നോക്കുന്നത്, അതോ ചിലവ് കുറഞ്ഞതായിരിക്കും നോക്കുന്നത്? ചിലവ് കുറഞ്ഞതായിരിക്കും നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ ചിലവ് കുറഞ്ഞ നിർമ്മാണ രീതി, അല്ലെങ്കിൽ നമുക്ക് വേഗം കുറെ പേർക്ക്, ഒന്നിലധികം ആൾക്കാർക്ക് അല്ലെ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ എന്താണ്? ചിലവ് മാക്സിമം കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പൊ അതാണ് സവിശേഷതയിൽ പെടാത്തതായിട്ട് വരുന്നത്. ഘടനാപരമായി സമഗ്രതയുള്ളത് അല്ലെ. അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്നതായിരിക്കണം. സ്ട്രക്ചറലി എന്താണ്? എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ഷെൽട്ടറുകളായിരിക്കും നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചിലവ് കൂടുതൽ. ചിലവ് ഒരിക്കലും കൂടരുത്. എന്താണ്? ചിലവ് കുറഞ്ഞ രീതിയിലായിരിക്കണം നമ്മൾ ഷെൽട്ടർ എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ എന്തായിരിക്കണം? ചിലവ് മാക്സിമം കുറച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം. അപ്പൊ 2024 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിയോ ഡി ജനീറോ ബ്രസീല്, പാരീസ് ഫ്രാൻസ്, ടോക്കിയോ ജപ്പാൻ, ബാക്കു അസർബൈജാൻ. അപ്പൊ 4 സ്ഥലങ്ങളും അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. 2024 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാനം സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് വരുന്നത്? ബാക്കു അസർബൈജാൻ ആണ് കേട്ടോ. അപ്പൊ അസർബൈജാനിലെ ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ് 2024 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്. മറന്നു പോകരുത്. കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2024 നടന്ന എവിടെയാണ്? അസർബൈജാനിലെ ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്.
ഓക്കെ, അടുത്ത ചോദ്യം, സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ ശരിയായ ക്രമീകരണം. അപ്പൊ നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ സോളാർ സിസ്റ്റം നമ്മളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ ശരിയായ ക്രമീകരണം, ഗ്രഹങ്ങളുടെ ശരിയായ ക്രമീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സൂര്യനിൽ നിന്നുള്ള അകലം. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ് പോലെ നമ്മൾ പഠിച്ചു വെച്ച ഒരു എന്താണ് ഒരു പാട്ടുണ്ട്, പാട്ടെന്ന് തന്നെ പറയാം അല്ലേ? എന്താണ് ആ ഒരു ഓർഡറിൽ തന്നെ പറയും. ഇപ്പം സൺ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അത് ആ ഒരു ഓർഡറിൽ നമ്മൾ എങ്ങനെയാണ് ആ സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ഓർഡറിൽ പറയുന്നത്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇവിടെ ഇപ്പൊ എല്ലാം വായിക്കുന്ന എല്ലാം സെയിം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഏത് വരും? ആദ്യം എന്തായാലും സൂര്യൻ തന്നെയാണ് വരുന്നത് അല്ലേ? സൂര്യൻ കഴിഞ്ഞിട്ട് അടുത്ത ഏത് വരും? ബുധൻ വരും അല്ലെ? ഏറ്റവും അടുത്ത ഏതാണ് വരുന്നത്? ബുധനാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും നോക്കിയാൽ മതി. ഇത് വേണ്ട, ഇതും വേണ്ട. സൂര്യൻ, ബുധൻ, അടുത്തത് ശുക്രൻ. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഇതാണ് വരുന്നത്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഏത് വരും ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ആ ഒരു ഓർഡർ മലയാളത്തിൽ പറയാം. ആദ്യം സൂര്യൻ വരും, അതിനുശേഷം ബുധൻ, പിന്നീട് ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ക്വിസ് ഒരു പഠനതന്ത്രമായി പരിസര പഠന ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്നതിന് അനുയോജ്യമായ രീതി. അപ്പൊ ക്വിസ് ഒരു പഠനതന്ത്രമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉപയോഗിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള രീതി അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ടീച്ചർ പഠന വിഷയം നൽകി ചോദ്യങ്ങൾ നിർമ്മിച്ച ക്വിസ് നടത്തുന്നു. അപ്പൊ എന്താണ്? ടീച്ചർ പഠന വിഷയം നൽകി ആദ്യം എന്ത് ചെയ്യും? പഠനം എന്താണ്, എന്തിനെ സംബന്ധിച്ചാണ് ക്വിസ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ആദ്യം കൊടുക്കും. എന്നിട്ട് എന്താണ്? ചോദ്യങ്ങൾ നിർമ്മിച്ച് ടീച്ചർ ആദ്യം പഠന വിഷയം നൽകും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ നിർമ്മിച്ചിട്ട് ക്വിസ് കണ്ടക്ട് ചെയ്യും. ഇപ്പൊ എന്താണ്? ഇപ്പൊ ഒരു ടോപ്പിക്, ഇപ്പൊ എർത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ടീച്ചർ കൊടുക്കുകയാണ്. അപ്പം എർത്ത് എന്ന് പറയുന്ന ടോപ്പിക് കുട്ടികൾ അപ്പൊ അവർക്ക് അത് മാത്രം പഠിച്ചാൽ മതി. ആ ഒരു ടോപ്പിക് പഠിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ടീച്ചർ ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യുന്നു. രണ്ടാമത്തത്, ടീച്ചർ പഠന വിഷയം നൽകി ചോദ്യങ്ങൾ നിർമ്മിച്ച് നൽകി കുട്ടികളുടെ ഗ്രൂപ്പ് ക്വിസ് നടത്തുന്നു. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യുന്നു? പഠന വിഷയം നൽകും, പിന്നെ ചോദ്യങ്ങളും നിർമ്മിച്ച് നൽകിയിട്ട് ഗ്രൂപ്പായിട്ട് 1-2 പേരെ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ക്വിസാണ് ടീച്ചർ കണ്ടക്ട് ചെയ്യുന്നത്. തേർഡ് വൺ എന്താണ്? ടീച്ചർ നൽകുന്ന പഠന വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളും ചോദ്യങ്ങൾ നിർമ്മിച്ച ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നു. കുട്ടികളുടെ ഗ്രൂപ്പ് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ക്വിസ് നടത്തുന്നു. അപ്പൊ എന്താണ്? ടീച്ചർ പഠന വിഷയം നൽകും, ആ പഠന വിഷയത്തെ ബേസ് ചെയ്തിട്ട് കുട്ടികൾ ചോദ്യങ്ങൾ നിർമ്മിക്കും. ചോദ്യങ്ങൾ നിർമ്മിച്ചിട്ട് അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കുട്ടികളുടെ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യും? ക്വിസ് കണ്ടക്ട് ചെയ്യും. നാലാമത്തെ എന്താണ്? ടീച്ചർ പഠന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നു. കുട്ടികളുടെ ഗ്രൂപ്പ് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ക്വിസ് നടത്തുന്നു. അപ്പൊ എന്താണ്? അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? പഠന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നു. കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികളുടെ ഗ്രൂപ്പ് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ക്വിസ് നടത്തും. അപ്പൊ അതിൽ നിന്ന് കുട്ടികൾ കുറച്ച് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർ ക്വിസ് കണ്ടക്ട് ചെയ്യും. ഇതിൽ എന്താണ് നമ്മുടെ ചോദ്യം? എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ക്വിസ് ഒരു പഠനതന്ത്രമായി പരിസര പഠന ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്നതിന് അനുയോജ്യമായ പഠന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി വരും അല്ലെ? ടീച്ചർ നൽകുന്ന പഠന വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളും ചോദ്യങ്ങൾ നിർമ്മിച്ച ക്ലാസ്സിൽ അപ്പൊ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ നിർമ്മിച്ച ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. അപ്പൊ എല്ലാ കുട്ടികളും ചെയ്യുമ്പോൾ എന്താണ്? അവരെല്ലാവരും ആ ഒരു ഏരിയ പഠിച്ചാൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ? ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം എന്താണ്? കുട്ടികളുടെ ഗ്രൂപ്പ് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യും? ക്വിസ് കണ്ടക്ട് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ക്വിസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ക്വിസ് എന്ന് പറയുന്നത് പരിസര പഠന ക്ലാസ്സിലൊരു പഠന രീതി അല്ലെങ്കിൽ ഒരു പഠന മാധ്യമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ തന്നെ എന്ത് ചെയ്യും? ടീച്ചർ ടോപ്പിക് കൊടുക്കും, അതിനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾ എന്ത് ചെയ്യും? കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യണം. എല്ലാ കുട്ടികളും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നു. അതിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? കുട്ടികളോട് ക്വിസ് എന്ന രൂപത്തിൽ ചോദിക്കും. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ഒരു പരിസര പഠന യൂണിറ്റ് പൂർത്തിയായതിനു ശേഷം ടീച്ചർ പ്രസ്തുത യൂണിറ്റിന്റെ ആശയപടം തയ്യാറാക്കാൻ നൽകുന്ന പ്രവർത്തനം ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ്? അപ്പൊ എന്താണ്? ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ EVSന്റെ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ അതിനുശേഷം ടീച്ചർ പ്രസ്തുത യൂണിറ്റിന്റെ ആശയപടം തയ്യാറാക്കാൻ നൽകുന്ന പ്രവർത്തനം ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ്? നോക്കിയേ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത് അല്ലെ? പഠനത്തെ വിലയിരുത്തലാണ് അല്ലെ?
പഠനത്തെ വിലയിരുത്തലാണ് വരുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പരിസര പഠന ക്ലാസ്സിൽ എന്താണ് ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താണ് ടീച്ചർ എന്ത് ചെയ്യുന്നു? പ്രസ്തുത യൂണിറ്റിന്റെ ആശയപടം തയ്യാറാക്കാനായിട്ട് ടീച്ചർ ശ്രമിക്കുന്നത്. അപ്പൊ അവിടെ നടത്തുന്ന വിലയിരുത്തൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പഠനത്തെ വിലയിരുത്തൽ അല്ലെ? പഠനത്തെ വിലയിരുത്തലാണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നട്ടലുള്ള ജീവി ഏത്? ഇപ്പൊ ഏതാണ് നട്ടലുള്ള ജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കടൽ കുതിര, നക്ഷത്ര മത്സ്യം, കടൽ വെള്ളരിക്ക, കടൽ ചേന. അപ്പൊ കടലുമായിട്ട് ബന്ധപ്പെട്ട 4 ജീവികളുടെ പേരാണ് തന്നിരിക്കുന്നത്. അതില് നട്ടലുള്ള ജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? കടൽ കുതിരയാണ് അല്ലെ? കടൽ കുതിരയ്ക്കാണ് നട്ടലുള്ളത്. ബാക്കി 3 എന്താണ്? നട്ടല് ഇല്ലാത്ത ജീവികളാണ്. അപ്പൊ കടൽ കുതിര നട്ടലുള്ള ഒരു ജീവിയാണ്. നക്ഷത്ര മത്സ്യം, അതേപോലെ തന്നെ കടൽ വെള്ളരിക്ക, കടൽ ചേന, ഇതിലൊന്നും എന്തില്ല? നട്ടല്ലില്ല. ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് അതെല്ലാം. ഓക്കെ, അപ്പോൾ വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ഒരു കടൽ ജീവി എന്ന് പറയുന്നത് ഏതാണ്? കടൽ കുതിരയാണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? കടൽ കുതിരയാണ്. നോക്കിക്കേ, ജലസംഭരണ ശേഷി കൂടുതലുള്ള മണ്ണ്. ജലസംഭരണ ശേഷി കൂടുതലുള്ള മണ്ണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെങ്കൽ മണ്ണ്, കളിമണ്ണ്. ഇതിൽ ഏത് മണ്ണിനാണ് ജലസംഭരണ ശേഷി കൂടുതലുള്ളത്? ഏതിനാണ് വരുന്നത്? എക്കലിനാണോ, മണലിനാണോ, ചെങ്കലിനാണോ, കളിമണ്ണിനാണോ? നമുക്കറിയാം കളിമണ്ണിനാണ് അല്ലെ? കളിമണ്ണിന് എന്തുണ്ട്? ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷി. എപ്പോഴും അതെന്താണ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്? എന്താണ്? കാരണം ജലസംഭരണ ശേഷി, അതായത് ജലത്തെ അബ്സോർബ് ചെയ്ത് അത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ ചെളിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് വെച്ചിട്ട് എന്താണ് പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അല്ലെ? അപ്പോൾ ഏറ്റവും ജലസംഭരണ ശേഷി കൂടിയ മണ്ണെന്ന് പറയുന്നത് ഏതാണ്? കളിമണ്ണാണ്. തെറ്റിപ്പോകരുത്, കളിമണ്ണ്. ഓക്കെ, അടുത്ത ചോദ്യം, 4ാം ക്ലാസ്സിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ക്ലാസ് വിനിമയം ചെയ്യുന്ന ടീച്ചർ 1 മുതൽ 3 വരെ ക്ലാസ്സുകളിൽ കുട്ടി കൃഷിയുമായി ബന്ധപ്പെട്ട് നേടിയ ധാരണകൾ ഏതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്? അപ്പൊ 4ാം ക്ലാസ്സിൽ കൃഷി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നതിന് തൊട്ടു മുന്നിലായിട്ട് എന്താണ് 1 മുതൽ 3 വരെ ഈ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളല്ലേ 1 മുതൽ 3 വരെയുള്ള കുട്ടികൾ കൃഷിയെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ടീച്ചറിനൊന്ന് വിശകലനം ചെയ്യണം. അല്ലെ ടീച്ചർ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ 4ാം ക്ലാസ്സിലെ കൃഷിയുടെ എന്തെല്ലാം കാര്യങ്ങൾ പുതുതായിട്ട് പഠിപ്പിക്കണം എന്ന് ടീച്ചറിന് മനസ്സിലാവുകയുള്ളൂ. അവരുടെ ആ പ്രയർ നോളജ് എന്താണെന്ന് ആർക്കറിയണം? ടീച്ചറിന് അറിയണം. അപ്പൊ പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉദ്ഗ്രഥിത സമീപനം, ചാക്രികാരോഹണ സമീപനം, പ്രക്രിയാബന്ധിത സമീപനം, പരിസരബന്ധിത സമീപനം. ഇതിലേത് സമീപനമാണ് ഇവിടെ നടക്കുന്നത്? ഏതായിരിക്കും നടക്കുന്നത്? ചാക്രികാരോഹണ സമീപനം. ഓപ്ഷൻ ബി ആണ് അല്ലെ? ചാക്രികാരോഹണ സമീപനമാണ്. അതായത് 1 മുതൽ 3 വരെ കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ 4ാം ക്ലാസ്സിൽ ടീച്ചർ അതിനെ കുറച്ചുകൂടി കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടി പഠിക്കാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഏത് സമീപനമാണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? ചാക്രികാരോഹണ സമീപനം. ഓക്കെ, അടുത്ത ചോദ്യം, വ്യത്യസ്ത ചെടികൾ വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിന് എടുക്കുന്ന കാലയളവ് ഒരുപോലെയോ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് അനുയോജ്യമായ പഠന തന്ത്രം ഏത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ചെടിയുടെ വ്യത്യസ്ത ചെടികളല്ലേ, വ്യത്യസ്ത ചെടികളുടെ കായ്കൾ വളർന്ന് പാകമാവുന്നു. അപ്പൊ അതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പല സമയമായിരിക്കും. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പഠന തന്ത്രം ഏതാണ്? നോക്കിക്കേ, സംവാദം, ഫീൽഡ് ട്രിപ്പ്, ഗ്രൂപ്പ് ചർച്ച, പ്രൊജക്ട്. ഏതായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കറക്റ്റായിട്ട്? വ്യത്യസ്ത ചെടികളാണ്. അപ്പൊ അത് കായ് വളർന്നത് പഴമായി അല്ലെങ്കിൽ പാകമായിട്ട് മാറുന്ന അതിന്റെ ആ ഒരു കാലയളവ് അല്ലെ? വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിന് കായ്കൾ ഫലമാകുന്ന കാര്യമല്ല പറഞ്ഞ്, വ്യത്യസ്ത ചെടികൾ വളർന്ന് അതിൽ കായ് ഉണ്ടാകുന്നതിന് എടുക്കുന്ന സമയം അല്ലെ? അത് പല ചെടികളിലും വ്യത്യസ്തമാണ് എന്ന് നമ്മൾ ഏത് രീതിയിലാണ് കുട്ടിയെ കുറച്ചുകൂടി നല്ല രീതിയിൽ കുട്ടിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? നോക്കിക്കേ, സംവാദം, ഫീൽഡ് ട്രിപ്പ്, ഗ്രൂപ്പ് ചർച്ച, പ്രൊജക്ട്. ഏത് വഴിയായിരിക്കും? പ്രൊജക്ട് വഴിയായിരിക്കും അല്ലെ? സംവാദത്തിൽ എന്താണ്, നമുക്ക് അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് അവിടെ ഒരു ക്ലിയർ ഐഡിയ കിട്ടുമോ? ചെടി വളർന്ന് വലുതാവുന്നതിനെ കുറിച്ച് ഒരിക്കലും ക്ലിയർ ഐഡിയ നമുക്ക് അവിടെ കിട്ടുകയില്ല. അടുത്ത ഫീൽഡ് ട്രിപ്പ് ആണെങ്കിൽ എല്ലാ ദിവസവും പോയി നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടി വരും. ആ ചെടി എത്രത്തോളം വളർന്നു, അല്ലെ അതിൽ കായ്കൾ വന്നോ പൂക്കൾ വന്നോ എന്നുള്ളത് ഫീൽഡ് ട്രിപ്പ് വഴിയും സാധിക്കില്ല. ഗ്രൂപ്പ് ചർച്ച വഴിയും പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് പറ്റും? പ്രൊജക്ട് അല്ലെ? ഇപ്പൊ ഒരു ചെടി നട്ടു, നമ്മൾ ഓരോ ദിവസവും അതിനെ അസസ് ചെയ്യുന്നു. അത് എത്രത്തോളം വളർന്നു, അതിന് ഇലകൾ വന്നോ പൂക്കൾ വന്നോ കായ്കൾ വന്നോ എന്ന് അസസ് ചെയ്തിട്ടാണ് ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നത്? ആ പ്രൊജക്റ്റിലെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇത്ര ദിവസം കൊണ്ട് ഇലകൾ വന്നു, ഇത്ര ദിവസം കൊണ്ട് വേര് വന്നു എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്
അല്ലേ? അപ്പോൾ എന്താണ്, പ്രൊജക്റ്റ് വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ചെടി നമ്മൾ നട്ട് അത് വളർന്ന് ഒരു പുതിയൊരു കുറച്ച് വലിയൊരു ചെടിയായിട്ട് മാറി അതിലെന്താണ് കായ്കൾ വരുന്നത്. അപ്പോൾ അത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് വെച്ച് പറ്റില്ല, നമുക്ക് ഫീൽഡ് ട്രിപ്പ് വഴിയോ അല്ലെങ്കിൽ എന്താണ് സംവാദം വഴിയോ ഗ്രൂപ്പ് ചർച്ച വഴിയോ ഒന്നും നടക്കില്ല. നമുക്കത് എന്ത് വഴി മാത്രമേ നടക്കുകയുള്ളൂ, നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ഡി ആണ്, പ്രൊജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിന്റെ ബാലൻസ് ഒരു 11 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പൊ അതുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്